ശരി. വെള്ളം അടിച്ച സ്ഥിതിക്ക് ഇനി വണ്ടി എടുക്കണ്ട, ഒരു ഓട്ടോ പിടിച്ചു പോ. എത്രയായി? 70. ഇതാ ചേട്ടാ. ഓക്കെ, ശരി. ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഒരു 10 മിനിറ്റ്, ഇപ്പൊ വരാം. അനു, ദാ ഇന്ദിരം വന്നല്ലോ. ദാ മോന്റെ അച്ഛൻ വരുന്നുണ്ട്. നിങ്ങളെ അച്ഛനും അമ്മയും മോനും കൂടി സംസാരിച്ചിരിക്കുക. ഭാനുവമ്മ മാറിത്തരാം. ആ ശ്യാമേ, നീ വീട്ടിലെത്തിയോ? എന്നിട്ട് നിനക്ക് വല്ലതും പറ്റിയോ? ഞാനതാ വരുന്നു, നീ വയ്ക്ക്. അനു, സോറി, എനിക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ നിന്നെ വിളിച്ചോളാം. ശരി. ചേട്ടാ പോവാ, പെട്ടെന്ന് പോ. നിന്റെ അച്ഛന്റെ കാര്യം എങ്ങനെയാ വെച്ചു? ബാക്കിയെല്ലാം കഴിഞ്ഞേ ഉള്ളൂ. അച്ഛന് നീയും ഞാനും. ഇതെന്താ മോളെ, അവൻ വന്ന പോലെ തന്നെ തിരിച്ചു പോയത്? ആരോ ഫോണിൽ വിളിച്ചെന്ന് തോന്നുന്നു. ചിലപ്പോ അമ്മയായിരിക്കും. മോനോട് പോലും ഒന്നും മിണ്ടാൻ നിൽക്കാതെ പെട്ടെന്ന് പോണെന്ന് പറഞ്ഞ് തിരിച്ചുപോയി. അല്ല, ഇന്ദ്രേട്ടൻ എന്താ ചേച്ചി പെട്ടെന്ന് പോയേ? അറിയില്ല മോളെ. ഫോൺ വന്നിട്ട് പോയതാ. എന്തോ അത്യാവശ്യമായിരിക്കും, അല്ലാതെ അവൻ പോകത്തില്ല. അതെ ചേച്ചി, ഇന്ദ്രേട്ടൻ തന്നെയല്ലേ ചേച്ചിയെ കാണാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ച. എന്തെങ്കിലും എമർജൻസി അല്ലാതെ ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോവില്ല. എന്താണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? അതല്ലേ മര്യാദ. ഒന്നുമില്ലെങ്കിലും വിളിച്ചു പറഞ്ഞ് കാത്തു നിൽക്കുന്നതാണെന്നെങ്കിലും വിചാരിക്കണ്ടേ? എന്നോട് എന്തോ ആവാന്നുള്ള ചിന്തയാ എപ്പോഴും. വിച്ചുമാനെ, അല്ല, ഞാൻ വിചാരിച്ചത് സുശീല പോയതിനു ശേഷം നിങ്ങൾ അവര് വീണ്ടും വന്നത് എന്തിനാണെന്ന് ചോദിക്കുമെന്നാ. ഞാനെന്ത് ചോദിക്കാനാ? ആ സ്ത്രീ നാണമില്ലാതെ വീണ്ടും എന്തിനായിരിക്കും വന്നതെന്ന് എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അത് നാണക്കേടാണെങ്കിൽ വീണ്ടും അത് തന്നെ ചോദിച്ചു വരുന്നതിൽ നിന്നും അവരെ വിലക്കേണ്ട സച്ചേട്ടാ. എന്റെ അടുത്തല്ല അവര് ചോദിച്ചു വരുന്നത്, നിന്റെ അടുത്തല്ലേ? നീ എന്താ അവരെ വിലക്കാത്തത്?
ഞാനൊരു അമ്മയാ. എന്റെ മകൾക്ക് ഒരു നല്ല ജീവിതം ഉണ്ടായി കാണുമെന്ന് എനിക്ക് ആഗ്രഹമില്ലേ? അത് ആ സ്ത്രീ വിചാരിച്ച ഉണ്ടാവും എനിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളും ഗോകുലും കൂടി ഇന്ദുവിന് വേണ്ടി സത്യനെ ആലോചിച്ചപ്പോ ഏറ്റവും കൂടുതൽ എതിർത്തത് ഞാനല്ലേ? അവസാനം ഇന്ദുവിന് അവനെ മതിയെന്ന് പറഞ്ഞപ്പോഴാ ഞാൻ സമ്മതിച്ച്. അതുകൊണ്ട് അന്ന് അങ്ങനെ ഒരു ആവശ്യമായി നിങ്ങൾ സുശീലയെ സമീപിക്കുമായിരുന്നില്ലേ? ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അത് നടന്നില്ല. ഇന്ന് ഇന്ദുവിന് സത്യനേക്കാൾ യോഗ്യൻ ആ ഇന്ദ്രനാണെന്ന് പറഞ്ഞ് സുശീല വന്നിരിക്കുക. എനിക്ക് അവരുടെ മുഖത്ത് നോക്കി തള്ളിക്കളയാൻ പറ്റുന്നില്ല. നമ്മുടെ മകൾക്ക് വിധിച്ചത് എന്താണെന്ന് അറിയില്ലല്ലോ. ഞാനും ആ സ്ത്രീയോട് അറുത്തുമുറിച്ചൊന്നും പറയാത്തത് നമ്മുടെ മോളുടെ ഭാവി ഓർത്തിട്ടാ. ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാ സുശീലയുടെ നാവ്. അവളതെങ്ങനെ പ്രയോഗിച്ചാലും കൊള്ളുന്നവർക്ക് അപകടം തന്നെയാ. തൽക്കാലം ആ സ്ത്രീക്ക് നമ്മൾ പിടികൊടുക്കാതിരിക്കാം. ജാമ്യം കിട്ടി നമ്മുടെ മോനും കൂടി ഒന്ന് വന്നോട്ടെ. നമുക്ക് നമ്മുടെ മക്കളെ കൂടി ഒരുമിച്ചിരുത്തി ഒരു തീരുമാനം എടുക്കാം. അതുപോലെ ദേ, ഇന്ദുവിന്റെ കാര്യത്തിൽ മാത്രമല്ല ഗോകുലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ദേ, എനിക്ക് ഇനി എന്റെ മക്കളെ ഓർത്തിങ്ങനെ തീ തിന്നാൻ വയ്യ. എടാ, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? സൂക്ഷിച്ചു പോണ്ടടാ. അത് പ്രായമുള്ള ഒരാൾ പെട്ടെന്ന് ക്രോസ് ചെയ്തതാ ഇന്ദ്രേട്ടാ. ഹലോ, ഇവിടെ മൊഴി എടുത്തോണ്ടിരിക്കുക. സാർ, ടെൻഷൻ കൊണ്ടാ. ഇവൻ ഇന്ദ്രന്റെ ആരാ? സാറേ, ഇതെന്റെ അളിയനാ. അളിയൻ മദ്യപിച്ച